മഴത്തൂര് മുംബൈയിലെ ബാലചന്ദ്രൻ്റെ അനുവാദത്തോടെ അലീന വൈശയ്ക്ക് മുൻപിൽ സത്യം പറയുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, അലീനയാണെങ്കിൽ രാവിലെ തന്നെ യാത്ര പറയാനായിട്ട് താൻ മേഡത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണെന്ന് ആരോട് ബാലചന്ദ്രനോട് പറയുന്ന കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്താണ് മോളെ നിൻ്റെ മനസ്സിൽ, എന്താണ് ഉദ്ദേശം? അവിടെ ചെന്നാൽ നിന്നെ എല്ലാവരും കൂടി ആട്ടും തുപ്പുകയൊക്കെ ഉള്ളൂ എന്ന് പറയുമ്പോൾ, ആട്ടാണെങ്കിൽ ആട്ടട്ടെ അച്ഛ, ശകാരിക്കുകയാണെങ്കിൽ ശകാരിക്കട്ടെ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. മേഡത്തെ കാണണം, സംസാരിക്കണം, യാത്ര പറയണം, അത്രമാത്രം. ഇനി ഞാൻ ശല്യമായിട്ടുണ്ടാകില്ല എന്ന് പറയണം, അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ, മോളെ നീ വേറെ എന്തെങ്കിലും മനസ്സിൽ കരുതിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം അലീന ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, തന്നോട് ദേഷ്യപ്പെടുകയോ തന്നോട് പൊട്ടിത്തെറിക്കുകയോ തന്നെ ഒരുപാട് വേദനിപ്പിക്കുകയോ ചെയ്താൽ താൻ ആരാണെന്ന് അലീന ഞാൻ ആരാണെന്ന് അമ്മ ആയ മാഡം തിരിച്ചറിയുമെന്ന് പറയുന്നു. ഇതേ സമയം, എന്താടി മോളെ ഇപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം നിൻ്റെ മനസ്സിൽ എന്ന് പറയുമ്പോൾ, കുറേ നാളായില്ലേ അച്ഛാ ഇതെല്ലാം സഹിക്കുന്നു, ഒന്ന് തുറന്നു പറയാമെന്ന് വിചാരിച്ചു എന്ന് പറയുകയാണ്. ഇതേ സമയം ബാലചന്ദ്രനും എതിരൊന്നും നിൽക്കുന്നില്ല എന്ന് കാണാൻ സാധിക്കും. ഒടുവിൽ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞോളാനായിട്ട് പറയുകയാണ്, അവൾക്ക് ഞാനായിട്ട് അടി കൊടുക്കാനിരുന്നതാ, ഇനിയിപ്പോൾ നിന്നിലൂടെയാണ് തുടക്കം കുറിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീന കൊല്ലപ്പിള്ളി വീട്ടിൻ്റെ പടി കടന്ന് ചെല്ലുകയാണ്. അപ്പോഴാണെങ്കിൽ മനുവാണെങ്കിൽ, എന്തുദ്ദേശത്തിലാണ് നീ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്? എല്ലാവരോടും യാത്ര പറയാനാണോ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അതേ മനുവേട്ട എന്ന് പറയുന്നു, ആരോടെല്ലാമാണ് നീ യാത്ര പറയാൻ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എല്ലാവരോടും, മാഡത്തിനോട്, ഈ വീട്ടിലുള്ളവരോട് എന്ന് പറയുന്നു. അല്ല, എന്നോട് മാപ്പ് പറയുന്നില്ലേ എന്ന് മനു ചോദിക്കുന്നു. മനുവേട്ടനോട് കൂടി പറയണമെന്ന് പറയുമ്പോൾ, എന്നോട് മാപ്പ് പറയാൻ നിനക്ക് കഴിയൂ അലീനേ എന്ന് നമ്മുടെ മനു എടുത്തു ചോദിക്കുകയാണ്. എന്നെ സങ്കടത്തിലാഴ്ത്തല്ലേ മനുവേട്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അലീന തുടങ്ങുന്നുണ്ട്. കാര്യങ്ങൾ മനുവേട്ടൻ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയേ മതിയാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ, എനിക്ക് നീയില്ലാത്ത നിമിഷത്തെക്കുറിച്ച്, നീയില്ലാത്ത ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് മനു പറയുമ്പോൾ, അതായത് മനുവേട്ടൻ ഞാൻ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുകയാണ് അലീന. അപ്പോഴാണെങ്കിൽ മനു പറയുന്നുണ്ട്, തൻ്റെ ജീവിതം ഒരു രസവുമില്ലാതെ വെറും വേസ്റ്റായി നീ വരുന്നതിന് മുന്നേ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിന്നെ കണ്ടതിന് ശേഷമാണ് എൻ്റെ മനസ്സിലൊരു ലക്ഷ്യവും ലക്ഷ്യബോധവും വന്നത് എന്ന് പറയുമ്പോൾ, എങ്കിൽ മനുവേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാൻ മനുവേട്ടനെ വിട്ട് എവിടേക്കും പോകാനൊന്നും പോകുന്നൊന്നുമില്ല. മനുവേട്ടൻ എൻ്റെ മനസ്സ് ആദ്യമായി തൊട്ട ആളാണ്, അതുകൊണ്ട് തന്നെ മനുവേട്ടൻ എൻ്റെ ഹൃദയത്തിലുണ്ട്. മനുവേട്ടൻ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഏത് പ്രതികൂല സാഹചര്യമായാലും മനുവേട്ടൻ്റെ ഫോൺ കോൾ ഞാൻ എടുത്തിരിക്കുമെന്ന് പറയുന്നത് കാണാൻ കഴിയും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ മനുവാണെങ്കിൽ, എനിക്കത്രയും മതിയെന്നാൽ എന്ന് പറഞ്ഞ് അവിടെ സംഭാഷണം നിർത്തുകയാണ്. കൂടാതെ അലീന നമ്മുടെ കമലയുടെ അടുത്തും ശിവൻ്റെ അടുത്തും ഒക്കെ യാത്ര പറയുന്നുണ്ട്, ഗംഗാധരൻ്റെ അടുത്തും. ഇതേ സമയം, മോളെ നീ പോകുന്നതിൽ നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഗംഗാധരൻ പറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീന, പോയല്ലേ പറ്റുകയുള്ളൂ, മാഡത്തിൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ ഞാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ മാഡത്തെ കാണാനായിട്ട്, അതായത് അമ്മയെ കാണാനായിട്ട് അലീന നമ്മുടെ വൈജയന്തിയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ശാപവാക്കുകളും ഒരുപാട് കുറ്റപ്പെടുത്തലും ദേഷ്യപ്പെടലുമാണ് ലഭിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും.
ഒടുവിലതാ നമ്മുടെ അലീന ഒരുപാട് ശപവാക്കുകൾ കേട്ട് കഴിയുമ്പോൾ പറയുന്നുണ്ട്, മാഡം ഈ ശപിച്ചത് ആരെയാണെന്നറിയാമോ? അതായത് ഈ അച്ഛനും ബാക്കിയുള്ളവരും മാഡത്തോട് ഇത്രയും ദേഷ്യവും മാഡത്തോട് എൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറയുന്നതും എന്തിനാണെന്ന് മാഡത്തിന് അറിയാമോ എന്ന് ചോദിക്കുന്നു. അതായത് വേറെ ഒന്നുമല്ല, 23 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആഗ്രഹകഥ മാഡം ആലോചിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? അതിപ്പോൾ തിരിച്ചറിയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിലൊരു കുഞ്ഞ് പിറന്നത് നിങ്ങൾ മറക്കാൻ വഴിയില്ലല്ലോ എന്ന് ചോദിക്കുന്നു. ആ കുഞ്ഞ് വളർന്നു വലുതായി നിങ്ങളുടെ മുൻപിൽ വരികയാണെങ്കിലോ നിങ്ങൾ ഞെട്ടുവില്ലേ? എങ്കിൽ അതുതന്നെയാണ് സംഭവം. നിങ്ങൾ എനിക്ക് ജന്മം നൽകിയ എൻ്റെ അമ്മയാണ്. എല്ലാവർക്കും ആ സത്യം അറിയാമെന്ന് പറയുമ്പോൾ വൈജയന്തി തകർന്നു പോവുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം